മുസ്ലിം പണ്ഡിതന്മാരുടെ ഇജ്മ ഏകാഭിപ്രായം. ബഹുഭൂരിപക്ഷം മുഫസ്സിറുകളും അഭിപ്രായപ്പെടുന്നത് പ്രസ്തുത വ്യക്തി, അതായത് നഗരത്തിൽ കൂടി നടന്നുപോയി അള്ളാഹു 100 വർഷത്തേക്ക് കൊന്നിട്ട് പിന്നെ എഴുന്നേൽപ്പിച്ച ആള് ഉസൈറാണെന്നും പട്ടണം ഫലസ്തീനാണെന്നുമാണ് അവരുടെ അഭിപ്രായം. കാരണം ഇവർ തദൈവ ഒന്നും അറിയില്ല. ദേ ഡോണ്ട് നോ ഹൂ ഇറ്റ് ഈസ്. ആരെ പറ്റിയാണ് അള്ളാഹു പറയുന്നത്, ആരെ പറ്റിയാണ് മുഹമ്മദ് പറയുന്നത് എന്ന ഒരു മനുഷ്യനും ഒരു ഐഡിയ ഇല്ലാത്തപ്പോ ഒരാളുടെ തലയിൽ അത് വെച്ച് കെട്ടി ഉസൈറാണ് പോലും. ഈ ഉസൈർ ആരായിരുന്നു? ഒരു ഐഡിയ ഇല്ല. എന്തുവാ മുഹറീഷ് താങ്കളുടെ അഭിപ്രായം ഇതിനെ പറ്റി? പറയാൻ അനുവദിക്കോ? പറയട്ടെ. സംസാരിക്കട്ടെ. അപ്പോ ഖുർആനിലാണ് ഞങ്ങളെ തെളിവ്. ഖുർആനിൽ പറയുന്നു ഉസൈറിനെ ആര് ജൂതന്മാര് പ്രവാചകൻ ദൈവമായി കണ്ടു എന്ന്. അപ്പൊ നിങ്ങൾക്ക് അല്ല, ഞാൻ ചോദിച്ചില്ല ആരാണ് ഉസൈർ. അല്ല, ഞാൻ പറയട്ടെ. നിങ്ങൾ പറയുന്നു ഉസൈർ എന്ന് പറയുന്ന ആളെ ജൂതന്മാര് ദൈവമായി കണ്ടു. അതില്ല എന്ന് 3000 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവം ഇന്ന് നമ്മളൊക്കെ കേരളീയരാണ്. ഇപ്പൊ അറബികളും അല്ലെങ്കിൽ ക്രൈസ്തവരൊക്കെ ആയിരുന്ന ആ മിഡിൽ ഈസ്റ്റിലെ ജനങ്ങളെ അല്ല നമ്മൾ കേരളീയരെ നമ്മൾ പറയാണ്. ഇന്ന് 2022 ഇന്ന് പറയാണ് അല്ല ഉസൈർ എന്ന ഒരാളൊന്നുമില്ല, അങ്ങനെ ദൈവാക്കിയിട്ടില്ല. അല്ല, കൊടിത്തോട്ടം എപ്പോഴും പറയുന്ന ഒരു വിമർശനമാണ് അള്ളാഹ് തെറ്റി. നിങ്ങൾ പറയാതെ ഇത് ഞാൻ ചോദിക്കുന്ന ഒരു സിമ്പിൾ ചോദ്യം, ആരാണ് ഉസൈർ? ഉസൈറിന്റെ അഡ്രസ് പറയൂ. ഉസൈറിന്റെ അഡ്രസ് പറയൂ. ആരാണ് ഉസൈർ? ഉസൈറിനെ പ്രവാചകനായിട്ട് അവർ പരിചയപ്പെടുത്താത്തത് കൊണ്ട് ഉസൈറിനെ പ്രവാചകനായിട്ട് പരിചയപ്പെടുത്തി. ഉസൈർ ഒരു പുണ്യപുരുഷനായിരിക്കാം. ആയിരിക്കാം, അവിടെയാണ് ആയിരിക്കാം. അത്രേ ഉള്ളൂ, മതിയായി. ആയിരിക്കാം. അപ്പൊ നിങ്ങൾക്ക് ഊഹാപോഹങ്ങൾ മാത്രമേ ഉള്ളൂ. മനസ്സിലായി. ഇനിയൊന്നും പറയണ്ട. ഊഹാപോഹം മാത്രമേ നിങ്ങൾക്കുള്ളൂ. ഉസൈർ ആരാണെന്ന് അറിയില്ല. ദൈവമാര് എന്നുള്ള വ്യക്തമായ ബോധ്യം അതാണ് ഖുർആൻ നൽകുന്നത്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിക്കണ്ട മോനെ, ചാടിക്കളിക്കണ്ട. ഉസൈർ ആരാണ്? ഊഹാപോഹം. ഞാൻ പറയട്ടെ, ഈ ഉസൈറിനെ അറിഞ്ഞത് കൊണ്ട് നമുക്ക് ദൈവത്തെ അറിയാൻ കഴിയില്ല. ദൈവമാര് എന്നുള്ള വ്യക്തമായ ബോധ്യമാണ് ഖുർആൻ നൽകുന്നത്. മോനെ മഹർഷേ, ദൈവം ആരാണ് എന്ന് വ്യക്തമായിട്ട് ആദ്യമായിട്ട് രേഖപ്പെടുത്തിയത് ബൈബിളാണ്. ബൈബിൾ എഴുതപ്പെട്ട 600 വർഷത്തിന് ശേഷം അതാ പറയുന്നത്. ആ തോറയും ഇഞ്ചിയിലും സബൂറും അതിനു മുമ്പ് ഇറക്കിയ വേദഗ്രന്ഥങ്ങളും അബ്രഹാമിന് കൊടുത്ത വേദഗ്രന്ഥങ്ങളും ഇറക്കിയത് ആരാണോ ആ ദൈവത്തെ. ഒരു മിനിറ്റ് ബൈബിൾ ഇറക്കിയ ദൈവമാണോ ഖുർആൻ ഇറക്കിയത്? അതാണ് ഞങ്ങൾ ഞാൻ ചോദിക്കട്ടെ. ഒരു മിനിറ്റ് ആ ബൈബിൾ ഇറക്കിയ ദൈവമാണോ ഖുർആനും ഇറക്കിയെന്നാണോ മോൻ വിശ്വസിക്കുന്നത്? തീർച്ചയായും ബൈബിളിൽ നിങ്ങൾ വിളിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം കൂടെ ഒരു ചോദ്യം കൂടെ ആ ബൈബിൾ തിരുത്തി എന്ന് പറഞ്ഞ അള്ളാഹു അന്നേരം എവിടെയായിരുന്നു? ദൈവം ഒരു സമുദായത്തിന് ഒരു സമൂഹത്തിന് വേണ്ടി മാത്രം അയച്ച അബ്രഹാമിന് കൊടുത്തു, ഡേവിഡിന് കൊടുത്തു, മോശസിന് കൊടുത്തു, ജീസസിന് കൊടുത്തു. അതിനുശേഷമാണ് വചനത്തിൽ എഴുതിയിരിക്കുന്ന ഒരു മിനിറ്റ് നാം വല്ല ആയത്തും മായ്ച്ചു കളയുകയോ മറപ്പിച്ചു കളയുകയോ ചെയ്യുന്നതാകയാൽ നാം അതിനേക്കാൾ ഉത്തമമായത് അല്ലെങ്കിൽ അതുപോലെയുള്ളത് കൊണ്ടുവരും. ഞാൻ ചോദിക്കട്ടെ, ഈ അള്ളാഹു ഇറക്കി എന്ന് പറയുന്ന തൗറാത്തും ഇഞ്ചിയിലും ഒരു മനുഷ്യനോ ഒരു സമുദായമോ തിരുത്തിയാൽ അപ്പൊ ദൈവമാണോ വലുത്, ആ തിരുത്തപ്പെട്ടവരാണോ വലുത്? ദൈവത്തിന്റെ വചനം തിരുത്താൻ കഴിവുണ്ടെങ്കിൽ അറിയാന്ന് പറഞ്ഞങ്ങ് തള്ളല്ലേ മോനെ, അറിയാന്ന് പറഞ്ഞ തള്ളല്ലേ. ഒരു മനുഷ്യന് ദൈവത്തിന്റെ ആ വചനങ്ങൾ തിരുത്തുവാൻ കഴിവുണ്ടെങ്കിൽ ദൈവത്തെക്കാൾ വലിയവനല്ലേ ഈ തിരുത്തിയ മനുഷ്യൻ? അതാണ് പറയുന്നത്. ദൈവം ഈ തിരുത്തിയ മനുഷ്യനെ ശിക്ഷിച്ചോ? ദൈവം ശിക്ഷിച്ചോ? ബൈബിൾ മാത്രം പോരെ, അതിന് മുന്നേ തോറ ഇറക്കിയത്, അതിന് മുന്നെന്തിനാണ് സങ്കീർത്തനങ്ങൾ ഇറക്കിയത്? ആ തോറ അത് ഞങ്ങൾ 2 ഗ്രന്ഥമുണ്ട്. തോറയും അതാ പഴയ നിയമം എന്ന് പറയുന്നത്. ആ തോറയാ നമ്മുടെ പഴയ നിയമം. ആ പുതിയ നിയമം എന്ന് പറഞ്ഞ് ഇഞ്ചിയിൽ യേശുക്രിസ്തുവിന്റെ സുവിശേഷം. ഇത് 2 ഞങ്ങളുടെ കയ്യിലുണ്ട്.
ആ ഇത് ആ രണ്ടും ആ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഞങ്ങൾ ഇത് രണ്ടും അംഗീകരിക്കുന്നുണ്ട്. സബൂറും ആ, അംഗീകരിക്കുക, അതായത് സങ്കീർത്തനം ഞങ്ങള് അംഗീകരിക്കുന്നുണ്ട്. സർവ്വ വേദഗ്രന്ഥവും ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. അത് അംഗീകരിച്ചില്ലെങ്കിൽ ഒരാൾ ആ മുസ്ലിം ആവില്ല. പക്ഷെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഖുറാന്റെ ആവശ്യമില്ല എന്നുള്ളതാണ് ബൈബിളിൽ അതിന്റെ നിന്ന് ഞങ്ങൾ ആവശ്യകതയാണ് മനസ്സിലാക്കുന്നത്. 5-ാം അധ്യായം 15 പറഞ്ഞത്. ഇല്ല. 5-ാം അധ്യായം 15 എന്നാ പറഞ്ഞ ഞാൻ അതിന്റെ ആവശ്യകതയാണ്. മോനെ ഒരു സത്യത്തിൽ മറച്ചു ഞാൻ വെച്ച് റെഫറൻസ് വേണേ തരാം. റഫറൻസ് ഖുറാനിലില്ല. ഒറ്റ ആയത്ത് മക്കായ്ക്കും പരിസരവാസികൾക്കും ബോധോദയം ഉണ്ടാകേണ്ടതിന് ഇത് ഞാൻ അറബിയിലാക്കിയിരിക്കുന്നു. നിങ്ങൾ ഗ്രഹിക്കേണ്ടതിന് ഇത് അറബിയിലാക്കിയിരിക്കുന്നു എന്ന ആയത്തിന് നീ എന്തർത്ഥം വയ്ക്കും? അതെ, അത് ആ അറബ് നാട്ടിലാണ് അത് ഇറക്കപ്പെട്ടത്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഹീബ്രു ഭാഷയിലല്ലേ ഇറക്കപ്പെട്ടത്. ഈ അപ്പോൾ ഹീബ്രു നിങ്ങൾ ഗ്രഹിക്കാൻ അതാണ് ചേച്ചി, ഈ ഹീബ്രു ഭാഷ റെഫറൻസ് വേണോ? പോലില്ല. അരാമിക്ക് എവിടെ പോയി? റെഫറൻസ് ഹീബ്രു എവിടെ പോയി? ഏതാ? അല്ല, മക്കായ്ക്കും ബൈബിൾ ഇറങ്ങിയ ഭാഷകൾ പോലും നിലനിൽക്കുന്നില്ല. അറബി മോനെ ഓക്കെ, ലോകാവസാനം വരെ നിലനിൽക്കും. വൺ മിനിറ്റ് ഞാൻ ചോദിക്കട്ടെ. മലയാളികൾക്ക് അറബി അറിയില്ല, എബ്രായർക്ക് മലയാളം അറിയില്ല, തമിഴർക്ക് അറബി അറിയില്ല, മറ്റ് ഒരു രാജ്യക്കാർക്കും അറബി അറിയില്ല. നിങ്ങൾ ഗ്രഹിക്കേണ്ടതിന് എന്ന് പറഞ്ഞുകൊണ്ട് അറബിയിൽ കൊടുക്കുമ്പോ മറ്റുള്ളവരെന്തിനാ ഗ്രഹിക്കേണ്ട ആവശ്യം എന്താണ്? മലയാളിയായി ഞാൻ എന്തിനാ ഗ്രഹിക്കണം? അത്തരത്തിലാണ് നിങ്ങളെ ചിന്ത പോകുന്നത്. അങ്ങനെയാണ് ഹീബ്രു ചിന്ത അത്തരത്തിലല്ല, അത് അങ്ങനെ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ഇത് ഞാൻ അനറബി ആക്കിയിരുന്നു എങ്കിൽ നിങ്ങൾ പറയുമായിരുന്നു ഇത് ഞങ്ങൾക്ക് സ്പഷ്ടമാക്കി തരാത്തത് എന്തേ? അപ്പൊ നിങ്ങൾ ആരാ? നിങ്ങൾ ദൈവം തെരഞ്ഞെടുക്കുന്നു ഒരു അറബി നാട്ടിൽ നിന്ന് ഒരു പ്രവാചകനെയാണ്. അല്ല അവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഞാൻ റെഫറൻസ് തരാം, ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ റെഫറൻസ് തരാം. ഞാൻ ഹസ്ബൻഡ് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിറങ്ങാം. നിങ്ങൾ മലയാളി, ഹീബ്രു ഭാഷയിലാണ് ബൈബിള്. അതെങ്ങനെ? ഇല്ല, അവിടെ എഴുതിയിട്ടില്ല. ഗ്രീക്ക് ഭാഷയിൽ ഒരിക്കലും ഒരിടത്ത് നീ 66 പുസ്തകം എടുത്ത ബൈബിൾ മുഴുവൻ തപ്പി നോക്കിക്കോ. ഇത് എബ്രായ ഭാഷ അറിയുന്നവർക്ക് വേണ്ടി മാത്രമാണെന്ന് എവിടെയും എഴുതിയിട്ടില്ല. അവിടെ എഴുതിയിട്ടില്ല. ഇതെന്താ എഴുതിയത്? ലോക ജനങ്ങൾക്ക് മുഴുവൻ എന്നില്ല, ലോക ജനങ്ങൾക്കെന്നില്ല, മക്കായ്ക്കും പരിസരവാസികൾക്കും എന്ന് മാത്രമാണ് ഖുർആൻ എഴുതിയിരിക്കുന്നത്. ബൈബിളിൽ പറയുന്നത് എന്താണ്? ഇസ്രായേൽ സന്തതികളെ എന്നാണ്. പക്ഷേ ഖുർആനിൽ ജനങ്ങളെ. ഇസ്രായേൽ സന്തതികൾക്ക് കൊടുത്തത് ലോകർക്കുണ്ടെന്ന് യോഹന്നാന്റെ സുവിശേഷം വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. വളരെ വ്യക്തമായി ലൂക്കോ സുവിശേഷം 2-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നു. സർവ്വജനത്തിനും വരുവാനുള്ള ഒരു മഹാസന്തോഷം ഇന്ന് ഞാൻ നിങ്ങളോട് സുവിശേഷീകരിക്കുന്നു. അവൻ കർത്താവായ യേശു ക്രിസ്തു ബത്ലഹേമിൽ ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ ജനിച്ചിരിക്കുന്നു എന്ന് ലൂക്കോസ് സുവിശേഷം 10-ാം വാക്യം 2-ാം അധ്യായം 10-ാം വാക്യം വളരെ വ്യക്തമായിട്ട് പറയുന്നു. സർവ്വജനത്തിനും എന്നാൽ ബൈബിൾ പറയുന്നു കർത്താവായ യേശു ക്രിസ്തുവിലൂടെ അല്ലാതെ ഒരു മനുഷ്യനും സ്വർഗത്തിൽ കയറുകയില്ല, പിതാവിന്റെ അടുക്കൽ പോവുകയില്ല. ചേച്ചി ശരിയാണ്. കാരണം യേശുവിനെ ഒരാള് നിഷേധിച്ചാൽ അവൻ ഇസ്ലാമല്ല. നിഷേധിക്കല്ല, ഉൾക്കൊള്ളണം. കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നു എന്ന് വിശ്വസിച്ച് പാപമോചനം നേടി ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും എന്നിലൂടെ അല്ലാതെ പിതാവിന്റെ അടുക്കൽ പോകുന്നില്ല. നിന്റെ പ്രവാചകന്റെ 5 ഗുണം പറയേ, എന്നിട്ട് മുമ്പോട്ട് പോകാം. നിന്റെ പ്രവാചകന്റെ 5 ഗുണം പറയേ. നിന്റെ പ്രവാചകന്റെ 5 ഗുണം പറയേ. മാരീഷ, നിന്റെ പ്രവാചകന്റെ 5 ഗുണം പറയേ. നമ്പർ 1, ഒന്നാമത്തെ ഗുണം പറയേ. നിന്റെ പ്രവാചകന്റെ 5 മാതൃക. ഇന്ന് നമ്മൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന 5 മാതൃക വേഗം പറയേ. 1, 2, 3, 4, 5. ഞങ്ങളൊക്കെ മുസ്ലിം ആകാം. നീ പറയേ. ഈ മുഹമ്മദിനെ അയച്ചത് സന്തോഷ വാർത്തകളൊക്കെ അസംബ്ലിക്ക് ഹോസ്റ്റ് മ്യൂട്ട് ചെയ്യണേ. മെഹറിഷ് ഭായി, ഈ മുഹമ്മദിനെ അയച്ചത് മുഴു ലോകത്തിനുമാണെന്ന് ഖുറാനിലില്ല. അത് മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. അതായത് അറബ് രാജ്യത്തിന് വേണ്ടി മാത്രമാണ്. വാക്യം വേണം. 62-ന്റെ 2. അവൻ അക്ഷരജ്ഞാനമില്ലാത്തവർക്കിടയിൽ തന്റെ ദൃഷ്ടാന്തങ്ങൾ അവർക്ക് വായിച്ചു കേൾപ്പിക്കുകയും അവരെ സംസ്കരിക്കുകയും അവർക്ക് വേദഗ്രന്ഥവും തത്വജ്ഞാനവും പഠിപ്പിക്കുകയും ചെയ്യാൻ അവരിൽ നിന്ന് തന്നെയുള്ള ഒരു ദൂതനെ നിയോഗിച്ചവനാകുന്നു. തീർച്ചയായും അവർ മുമ്പ് വ്യക്തമായ വഴികേടിലായിരുന്നു. ഇനിയും വേണോ? അവിടെ എങ്ങും മുഹമ്മദിനെ മുഴു ലോകത്തിലേക്ക് അയച്ചു എന്ന് സൂചിപ്പിക്കാൻ നിങ്ങളുടെ കയ്യിൽ വാക്കില്ല. 6-ന്റെ 92, 13-ന്റെ 7,
42-7, 14-2, 38-70, 38-65, 28-46, 14-2 ഇവിടെ എല്ലാം കൃത്യം കിടക്കുന്നത് അദ്ദേഹത്തെ അറബികൾക്ക് വേണ്ടി അയച്ചു എന്നാണ്. ആ വാക്യങ്ങളൊന്ന് പറയൂ പാസ്, നോട്ട് ചെയ്ത് കേട്ടോ പെട്ടെന്ന്. എന്റെ 5-6 ഉള്ളൂ, ഒന്ന് പറഞ്ഞോളൂ പാസ് പെട്ടെന്ന്. മുഹമ്മദ് ലോക്കൽ ആ ഏരിയക്ക് വന്നാണ് ഒരു തെളിവ്. 62-2, 13-7. ഞാൻ മറുപടി തരട്ടാ, എനിക്ക് ആ അവസരം തരണം. എഴുതിക്കോട്ടെ മോനെ, എഴുതിക്കോട്ടെ. 13-7, 6-92, 6-92, ആ ആ 42-7, അത് എന്റെ ഉണ്ട്. ആ അതാണ് 14-2. മക്കായ്ക്ക് പരിസരവാസികൾക്കെന്നുള്ളത്. അതെ 14, 14-2, ആ 38-70, ആ 38-65, ആ 28-46, ആ 34-44. 44. ഓക്കെ. ആ അപ്പൊ 34-44, 14-2 പറഞ്ഞല്ലോ. ഇനി ഇവിടുത്തെ ഒരു കാര്യമുള്ളത്, എന്നെ ദൈവം പറഞ്ഞൊരു കാര്യം, ഈ ഉസൈറിന്റെ കാര്യം ഞാൻ കൂടെ പറയാറുണ്ട്. അത് ഞാൻ ഈ അള്ളാഹുവിന്റെ ഒരു തെറ്റെടുത്ത് കാണിക്കാൻ വേണ്ടി പറയുന്നതാണ്. അതായത് ഉസൈർ ആരും ആയിക്കോട്ടെ എന്ന് പറഞ്ഞു വിടേണ്ട ഒരാളല്ല. ആരും ആയിക്കോട്ടെങ്കിൽ പിന്നെ നമ്മളോട് പറയണോ? നമുക്ക് ബാധകമായ ആളാണ് ഉസൈർ എന്ന് പറയുന്നത്. ഈ യസ്ര എന്ന് ബൈബിളിൽ പറയുന്ന ക്യാരക്ടറാണ്. അദ്ദേഹം ഒരു ശാസ്ത്രിയും പണ്ഡിതനും നവോത്ഥാന നായകനും ഒക്കെയാണ്. ഏതാണ്ട് 750-650 BC ആണ് അദ്ദേഹത്തിന്റെ കാലഘട്ടം. അദ്ദേഹം ഗ്രന്ഥങ്ങൾ ക്രോഡീകരിക്കുകയൊക്കെ ചെയ്യുന്ന കാലഘട്ടം. അപ്പൊ ഈ യസ്ര വലിയൊരു ഫിഗർ തന്നെയാണ്. പക്ഷെ പ്രോവറ്റ് അല്ല, പ്രവാചകനല്ല, വലിയൊരു മനുഷ്യനാണ്. അദ്ദേഹത്തോട് ക്രൈസ്തവ ലോകവും അതുപോലെ യഹൂദന്മാരും കടപ്പെട്ടിരിക്കുന്നു എല്ലാ അർത്ഥത്തിലും. അതുപോലെ വലിയ ഇമ്പോർട്ടന്റ് ആയ ഒരു പേഴ്സണാലിറ്റിയാണ്. സെയിന്റ് പോളിനെ എങ്ങനെ ഞങ്ങൾക്ക് പ്രധാനപ്പെട്ടിരിക്കുന്നു, അതുപോലെ യഹൂദന്മാർക്ക് പ്രധാനപ്പെട്ട ആളാണ് ഈ ഉസൈർ അല്ലെങ്കിൽ യസ്ര ശാസ്ത്രി. ഇനി ഒരു കാര്യം, ഈ യഹൂദന്മാരുടെ ഇടയിൽ ഒത്തിരി കുറ്റങ്ങളും തെറ്റുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അവർ അന്യദൈവ ആരാധനയ്ക്ക് പോയിട്ടുണ്ട്, നിരീശ്വരന്മാരായിട്ടുണ്ട്. ഇതെല്ലാം ശരിയാണെങ്കിലും ഒരു മനുഷ്യനെയും ദൈവപുത്രൻ അവർ വിശ്വസിച്ചതായി ഒരു ചരിത്രം നമ്മുടെ മുമ്പിൽ ഇല്ല. മനസ്സിലാക്കണം. യേശുവിനെ അവർ എതിർക്കാൻ തന്നെ കാരണം ദൈവത്തോട് നിന്നെ സമനാക്കുന്നതുകൊണ്ട് അത്രേ. അത് വർഗീസം സാമുവൽ ആദ്യം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന ഖുറാന്റെ അവകാശവാദം നിലനിൽക്കുന്നില്ല. അത് ഞാൻ കൂടെ പറയുന്നതിന്റെ കാരണം അതൊന്ന് സ്പഷ്ടമാക്കാനാണ്. മെഹ്റീഷിനെ പോലുള്ള ആളുകൾ അത് ശ്രദ്ധിച്ചതിലും നന്ദിയുണ്ട്. അത് ഖുറാനെ പറ്റിയൊരു അബദ്ധമാണ്. അങ്ങനെ ഒരു വിധത്തിലും പറയുന്നില്ല. ഇനി താങ്കൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ഹീബ്രുവിൽ എഴുതിയത് മുഴു ലോകത്തിനുമാണോ? അങ്ങനെയാണെങ്കിൽ തോറ മാത്രം പോരായിരുന്നോ? തോറ മാത്രമേ ഞങ്ങൾക്കുള്ളൂ. കാരണം നിങ്ങളാണ് ഈ വിഭജിച്ച് പറയുന്നത്. ദാവീദിന് കൊടുത്തു, സബൂർ കൊടുത്തു. ഞങ്ങൾക്ക് ഇങ്ങനൊന്നും അഭിപ്രായമില്ല. ദാവീദ് മാത്രമല്ല സങ്കീർത്തനം എഴുതിയേ, ഇഷ്ടംപോലെ ആളുകളുണ്ട് സങ്കീർത്തനം എഴുതിയേ. കോരയിന്റെ പുത്രന്മാരുണ്ട്, യസ്ര മറ്റേ മോശ എഴുതിയ സങ്കീർത്തനമുണ്ട്. ഞങ്ങൾക്ക് സങ്കീർത്തനങ്ങൾ എന്നുള്ള ഒരു പോർഷൻ മാത്രമേ ഉള്ളൂ. അത് ഈ പഴയ നിയമത്തിൽ വരുന്ന ഭാഗമാണ്, മുഴു ബൈബിളിലും വരുന്ന ഭാഗമാണ്. അത് യഹൂദൻ പഠന സൗകര്യാർത്ഥം തോറ നബിയും ഗിത്ബിയും എന്ന് വിഭജിച്ചിട്ടുണ്ട്. അത് പഠന സൗകര്യാർത്ഥം. അതാണ് തനാക്ക്. ഈ തനാക്ക് എബ്രായ ഭാഷയിൽ എഴുതിയിട്ട് ഗ്രീക്കിൽ മൊഴിമാറ്റം ചെയ്തതാണ്. ഗ്രീക്ക് എന്ന് പറയുന്ന ഭാഷ ഇന്ന് ഇംഗ്ലീഷ് പോലെ ലോകത്തെ ഇത്രയും സ്വാധീനിച്ച ഭാഷയില്ല. ഇതുപോലെ സ്വാധീനം ഒരു ഭാഷയ്ക്ക് ഉളവാക്കാൻ സാധിച്ചില്ല. ഇപ്പൊ ഗ്രീക്ക് ഇന്ന് ഇംഗ്ലീഷ് പോലെ ലിംഗ്വ ഫ്രാങ്ക്വ ആയിരുന്നു, മുഖ്യ സമ്പർക്ക ഭാഷയായിരുന്നു. ഇനി ആ ഭാഷയിലാണ് പുതിയ നിയമം എഴുതിയിട്ട് ഇവ തമ്മിൽ കണക്ട് ചെയ്യുന്നത്. ഞങ്ങളെ സംബന്ധിച്ചോളം പ്രധാനം പുതിയ നിയമമാണ്. ഈ പുതിയ നിയമത്തിന് രക്തബന്ധമാണ് പഴയ നിയമത്തേക്കുള്ളത്, അല്ല അതിന്റെ വേരുകൾ കിടക്കുന്ന പഴയ നിയമത്തിലാണ്. അത് പുതു നിയമം സ്ഥിരീകരിച്ച് ഒരു സിദ്ധാന്തം തെളിയിക്കുക വഴി ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങുന്നത് സൈദ്ധാന്തികമായ അതിന്റെ ആഴങ്ങൾ തേടിയാണ്. അതിൽ ഡോക്ടറിനല്ല പ്രധാനം. ഞങ്ങൾ അവിടുന്ന് ആകെ എടുക്കുന്ന ഡോക്ടറിന് ഇത്രേ ഉള്ളൂ, 10 കൽപ്പനകൾ. ബാക്കി പ്രായോഗികത വഴികളും അവിടുത്തെ സിവിൽ ക്രിമിനൽ നിയമങ്ങളും ഒക്കെയാണ്. ഞങ്ങൾക്ക് ബാധകമായത് 10 കമാൻഡ്മെന്റ്സ് ആണ്. 10 കമാൻഡ്മെന്റ്സ് പ്ലസ് പുതുനിയമത്തിലേക്ക് വരുമ്പോൾ സ്ത്രീഹന്മാരുടെ അധ്യയനങ്ങൾ, അതുപോലെ യേശുവിന്റെ പഠിപ്പിക്കലുകൾ, സെയിന്റ് പോളിന്റെ അഡ്വൈസസ്, ഇതൊക്കെയാണ് ഞങ്ങൾക്ക് പുതുനിയമത്തിലുള്ളത്. അവ തമ്മിലാണ് ബന്ധം. അപ്പൊ അവ എഴുതിയത് അന്നത്തെ മുഖ്യ സമ്പർക്ക ഭാഷയിലാണ്. അതുകൊണ്ടാണ് ബൈബിൾ പരിഭാഷപ്പെടുത്തുന്നതിന് ഒരു പ്രശ്നമില്ലാത്തത്. ഖുറാൻ തന്നെ പ്രിന്റഡ് രൂപത്തിൽ നമ്മുടെ കിട്ടിയിട്ട് 100 കൊല്ലത്തിലധികം ആയില്ല എന്ന് ഓർക്കണം. അത് തന്നെ ക്രൈസ്തവരാണ് മുൻകൈ എടുക്കുന്നത്. ഈ ഖുറാൻ എന്നുള്ള രൂപത്തിൽ നിങ്ങളൊക്കെ വായിക്കുന്ന ഖുറാൻ നിങ്ങൾക്ക് തരുന്നത് ക്രൈസ്തവരാണ്. അതുകൂടെ ഓർക്കണം. അപ്പോ ഞാൻ പറഞ്ഞു വെച്ചത് ഇത്രേ ഉള്ളൂ. ഈ ഭാഷ ലോകത്തിന് മുഴുവൻ വേണ്ടിയുള്ള ഭാഷയാണ്. ഇനി അള്ളാഹു എന്ന് പറഞ്ഞ ആള് മുഴു ലോകത്തിന് വേണ്ടി സംസാരിക്കണമെങ്കിൽ ഖുറാൻ അവതരിക്കുന്ന കാലത്തെ മുഖ്യ സമ്പർക്ക ഭാഷ എന്ന് പറയുന്നത് ലാറ്റിനാണ്. ലാറ്റിൻ ഈ ഗ്രീക്കിനെ പിന്തള്ളി മുമ്പോട്ട് കയറി, അത് കഴിഞ്ഞ് ഇംഗ്ലീഷ്, അങ്ങനെ ഭാഷകളുണ്ട് ലോകത്തെ മുഴുവൻ അറിയിക്കാൻ. ഇപ്പൊ അറബിയിൽ ഏതാണ്ട് എഴുതി വെച്ചിട്ട് ഇപ്പൊ തന്നെ നിങ്ങൾ ഉത്തരം മുട്ടുമ്പോൾ ഉടനെ അറബിയിലോട്ട് പോകുമല്ലോ. അത് അറബിയിൽ അങ്ങനല്ലെന്ന് പറഞ്ഞ് പോകുമല്ലോ. നമുക്ക് വല്ലതും പിടികിട്ടുവോ? വല്ല കാര്യമുണ്ടോ അറബിയിൽ എഴുതിയിട്ട്? തന്നെയല്ല, അള്ളാഹുവിന്റെ മനുഷ്യരുടെ കയ്യിലെ ലോകം 1000 കൊല്ലത്തോളം ഇരുന്നു. ഇത്രയും ദീർഘനാൾ ലോകത്തെ ഭരിച്ചവരാരില്ല. റോമക്കാരും നിങ്ങളുമാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ഭരിച്ചേ. മുസ്ലിങ്ങൾ ഏറ്റവും 1000 നിൽക്കുന്ന സാമ്രാജ്യം സ്വന്തമുള്ള മുസ്ലിങ്ങൾക്ക് ഈ ഭാഷ ലോകം മുഴുവൻ എത്തിക്കാൻ പറ്റില്ല. അതിന്നും ഒരു സമൂഹത്തിന്റെ ഭാഷയായിട്ട് ചുരുങ്ങി ഒതുങ്ങി അവിടെ നിൽക്കുകയാണ്. അപ്പൊ നിങ്ങൾ പറയുന്നതിനകത്ത് ഒരർത്ഥവും ഇല്ല. ഇത് ഒരു അറബി ഗോത്ര ജനതയ്ക്ക് മാത്രം
വായിച്ച് മനസ്സിലാക്കാൻ പാകത്തിന് അവർക്കിടയിലുള്ള പുസ്തകമാണ്. ഇത് ദൈവം കൊടുത്തൊന്നുമല്ല. നിങ്ങൾ തന്നെ പറയുന്നു ഈ തോറായും എല്ലാം കൊടുത്ത അതേ ദൈവം. ഇതൊക്കെ നിങ്ങളുടെ ഖുറാൻ വെച്ചുകൊണ്ട് നിങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതാണ്. ഖുറാന് തന്നെ യാതൊരു ആധികാരികം ഇല്ല. കാരണം അത് മുഹമ്മദ് എഴുതി, മുഹമ്മദിനെ ഖുറാൻ പ്രവാചകനാക്കി, പ്രവാചകൻ ഈ ഖുറാൻ എഴുതി. ഇതിനപ്പുറത്ത് ഒരു തെളിവ്, അര തെളിവ്, ഒരു ഇഞ്ച് തെളിവ് ഈ കാര്യത്തിലില്ല. ദാറ്റ്സ് ഓൾ. എനിക്കൊന്ന് സംസാരിക്കാവോ? എനിക്ക് സംസാരിക്കാം. പാസ്റ്റർ അനിലിനോട് ഒരു സംശയം ചോദിക്കാനാ. ചോദിച്ചു. പാസ്റ്റർ മുമ്പേ ഇവിടെ കുറെ സമയം മുമ്പ് സ്ത്രീത്വത്തെ കുറിച്ച് ഒരു സംസാരം വന്നല്ലോ. അപ്പോൾ പാസ്റ്റർ പറഞ്ഞത് ലോകത്തിലുള്ള 99% ക്രിസ്ത്യാനികളും സ്ത്രീത്വത്തിൽ വിശ്വസിക്കുന്നവരാണെന്ന് പറഞ്ഞു. പക്ഷേ പാസ്റ്ററെ, ഈ സ്ത്രീത്വം പാസ്റ്റർ റെപ്രസെന്റ് ചെയ്യുന്ന സഭയും മറ്റു സഭകളും ഒക്കെ ആയിട്ട് വ്യത്യാസമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാനൊന്ന് വായിക്കാം. ഈ കത്തോലിക്ക സഭയുടെ വിശ്വാസ പ്രമാണം, അതിന്റെ ഒരു 2-3 സെന്റൻസ് കേട്ടോ, ഞാനൊരു 1.5 മിനിറ്റിനകത്ത് തീർത്തേക്കാം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും യുഗങ്ങൾക്കെല്ലാം മുൻപ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇങ്ങനെയാണ് കത്തോലിക്ക സഭയുടെ പള്ളിയിൽ ആരാധനയ്ക്ക് ഉപയോഗിക്കുന്ന വിശ്വാസ പ്രമാണത്തിൽ എഴുതി വച്ചിരിക്കുന്നത്. ഇതും പാസ്റ്റർ പറയുന്ന സ്ത്രീത്വവുമായിട്ട് ഒക്കുന്നതാണോ? ഒന്ന് വിശദീകരിച്ചാൽ കൊള്ളാം. അല്ല, വേറെ എന്താ താങ്കൾക്ക് അറിയാവുന്നേ? താങ്കളുടെ സ്റ്റാൻഡ് എന്നാ അതുകൂടെ പറയണം. എന്റെ സ്റ്റാൻഡ്, ഞാനൊരു സത്യാന്വേഷിയാണ്. അതായത് നിങ്ങൾ ഈ പറയുന്ന ബൈബിളും ഇനി അതിന് പുറത്തു വേറെ വല്ല സത്യവും ഉണ്ടെങ്കിൽ ഇതൊക്കെ അന്വേഷിക്കുന്ന ഒരു ആളാണ്. ഇനി എന്റെ പശ്ചാത്തലം പറയാം. ഞാനൊരു ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചു വളർന്നയാളാണ്. അതിൽ കൂടുതൽ പറയണ്ടല്ലോ. അത് കൂടുതൽ പറയണമല്ലോ. കാരണം ഈ സത്യാന്വേഷി എന്ന് പറഞ്ഞു വരുന്നവർക്കും ചിലപ്പോൾ അവർ ഈ ഒളിഞ്ഞു വന്ന് കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. അപ്പൊ നേരിട്ട് നിങ്ങളുടെ സ്റ്റാൻഡ് പറയാൻ നമുക്ക് സംഭാഷണം ഏർപ്പെടാൻ പറ്റില്ല. നമ്മുടെ സമയം വെറുതെ പോകും. അതല്ല, അതുകൊണ്ട് ചോദിക്കാനുള്ളത്, ഞാൻ വായിച്ച് കേൾപ്പിച്ചത് കത്തോലിക്ക സഭയുടെ പള്ളിയിൽ ഉപയോഗിക്കുന്ന വിശ്വാസ പ്രമാണമാണ്. ഇത് താങ്കൾ റെപ്രസെന്റ് ചെയ്യുന്ന വിശ്വാസ പ്രമാണവുമായിട്ട് ഒക്കുന്നതാണോ എന്ന് പറഞ്ഞാൽ മതി. അല്ല, അത് പറയണം. എനിക്ക് അങ്ങനെ പറയാൻ സാധ്യതയൊന്നുമില്ല. അങ്ങ് ദയവായിട്ട് അങ്ങ് ജഹോവ വിറ്റ്നസ് ആണോ പരിചയപ്പെടുത്തുക, ആണോ അല്ലയോ? എന്റെ പാസ്റ്ററെ, അങ്ങേക്ക് മറുപടി ഉണ്ടെങ്കിൽ പറയുക. താങ്കൾക്ക് മറുപടി ഉണ്ടെ പറ. താങ്കൾ പിഴഞ്ഞു നിന്ന് സംസാരിച്ചിട്ട് കാര്യമുണ്ടോ? ഞാൻ പെന്തക്കോസ്തുകാരനാണ്, കത്തോലിക്ക വിശ്വാസി അല്ല. എന്നാൽ കാത്തലിക്സുമായിട്ട് ചില വിഷയത്തിൽ നല്ല യോജിപ്പുണ്ട്, ചില വിഷയത്തിൽ വിയോജിപ്പുണ്ട്. അവർക്ക് ഇങ്ങോട്ടും ഉണ്ട്. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞാനൊന്ന് ഉത്തരം പറയണമെങ്കിൽ താങ്കൾ ഈ സ്വന്തം ഐഡന്റിറ്റി വെളിപ്പെടുത്തി, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറഞ്ഞാൽ പ്രശ്നം തീർന്നില്ലേ? താങ്കൾ ഉണ്ടോ ഇല്ലയോ എന്ന് പറഞ്ഞാൽ അപ്പോഴേ ഞാൻ അടുത്ത ഉത്തരത്തിലേക്കാണ് കയറുന്നത്. അതുകൊണ്ട് അങ്ങ് എന്റെ മറുപടി സുഗമമാക്കാൻ വേണ്ടിയിട്ട് ദയവായിട്ട് ഒന്ന് പറയുക. അങ്ങ് ജഹോവ വിറ്റ്നസോ ക്രിസ്റ്റാഡൽഫിയനോ അങ്ങനെ ഏതെങ്കിലും ഗ്രൂപ്പാണോ, അതോ ഒരു ചർച്ചിലും ഒരു ഗാദറിംഗിലും ഇല്ലാതെ സ്വതന്ത്രമായി അന്വേഷിച്ച് സൺഡേ സർവീസുകളോ മീറ്റിങ്ങുകളോ ഒന്നുമില്ലാതെ അങ്ങ് സത്യാന്വേഷിയായി പോകുന്ന ഒരാളാണോ? ഒന്ന് വ്യക്തമാക്കി തരൂ. അങ്ങ് ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞില്ലേ, അതാണ് ഞാൻ. തീർത്തും സത്യാന്വേഷി. താങ്കൾ പറയുന്നത് സത്യമാണെങ്കിൽ അതും സ്വീകരിക്കും. അല്ലാതെ ഒരു യഹോവ സാക്ഷിയോടും ക്രിസ്റ്റാഡൽഫിനോടും എനിക്ക് ഒരു ഇടപാടുമില്ല. അല്ല സാർ, അങ്ങ് യഹോവ വിറ്റ്നസും അല്ല, മറ്റേ ക്രിസ്റ്റാഡൽഫിയനും അല്ല, ഇതൊന്നും അല്ല, അത്തരം ഗാദറിംഗിലൊന്നും അല്ല. അല്ലെന്ന് പറഞ്ഞല്ലോ. അക്ഷമ വേണ്ടെന്നേ, നമുക്കൊരു കാര്യം പറയാൻ വേണ്ടിയാണ്. കാരണം ചിലർ ഇത് പറയാതെ ഇങ്ങനെ ഒളിഞ്ഞു നിന്നൊരു യുദ്ധമായിരിക്കും. ഇനി ചോദിച്ചു, ഇനി എന്താ അറിയണ്ട? ഞാൻ പറയുന്ന ത്രിയേകത്വം ഇതും തമ്മിൽ വ്യത്യാസം ഉണ്ടോ? അതാണ് അറിയേണ്ടത്. അതൊന്നുകൂടെ വായിക്കണോ ഞാൻ? വേണ്ട, കാറ്റഗിസം ഉണ്ടല്ലോ. അപ്പോ ഇതിൽ എന്താ പ്രശ്നം? ഞങ്ങൾ പറയുന്ന തൃത്വമായിട്ട് ഇതിനുള്ള വ്യത്യാസം പറയും. ഞാൻ പറഞ്ഞത് ഗോഡ് ദ ഫാദർ, ഗോഡ് ദ സൺ, ഗോഡ് ദ ഹോളി സ്പിരിറ്റ്, ട്രിയൂണിറ്റി. ഈ ട്രിയൂണിറ്റി, ഗോഡ് ദ ഫാദർ ഈസ് ഇറ്റേണൽ, ഗോഡ് ദ സൺ ഈസ് ഇറ്റേണൽ, God the Holy Spirit is eternal. God the Father is not God the Son, and God the Son is not God the Holy Spirit. അത് 3 hypostasis in one usia. ഇതാണ് ഞാൻ വിശ്വസിക്കുന്ന ട്രിനിറ്റി. ഇത് തന്നെയാണ് കാത്തലിക്സ് പറയുന്ന ട്രിനിറ്റി. അതിൽ ജനിച്ചവൻ എന്നുള്ളൊരു പദത്തിന്റെ അർത്ഥം, ജനിച്ചവൻ എന്നാൽ സൃഷ്ടിയല്ലാത്തവൻ എന്ന് പറയുമ്പോൾ അത് കറക്റ്റായി കഴിഞ്ഞു. ജനിച്ചവൻ എന്ന് പറയുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അവൻ ഭൂരാജാക്കന്മാരിൽ ആദ്യം ജനിച്ചവൻ, ആദ്യ ജാതൻ എന്നൊക്കെ പ്രയോഗമുണ്ട്. അപ്പോൾ യേശു ഇല്ലാതിരുന്നൊരു കാലമില്ല, ഇല്ലാതിരിക്കുന്ന ഒരു കാലമില്ല. ഇത് കാത്തലിക്സും വിശ്വസിക്കുന്നു, നമ്മളും വിശ്വസിക്കുന്നു. എന്റെ പാസ്റ്റർ, ഇങ്ങനെയൊക്കെ പറയേണ്ട കാര്യമുണ്ടോ? ഞാനിവിടെ എഴുതി കത്തോലിക്കരുടെ വിശ്വാസ പ്രമാണം അല്ലേ വായിച്ചത്.
യുഗങ്ങൾക്കെല്ലാം മുൻപ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും. അപ്പൊ യുഗങ്ങൾക്കെല്ലാം മുമ്പിൽ നിന്ന് പിതാവിൽ നിന്ന് ജനിച്ചവൻ പിതാവിനോട് തുല്യനോ സമനോ ഒക്കെ ആകുമെന്ന് നിങ്ങൾ ചുമ്മാ കണ്ണടച്ച് ഏത് റൂമിൽ വന്നാലും നിങ്ങൾ ഇതിങ്ങനെ പറയുമല്ലോ. പിന്നെ കുറെ വാക്കുകൾ ഹൈപ്പോസ്റ്റാറ്റിക്സ്, മറ്റേ സ്റ്റാറ്റിക്സ്, എന്താണിത്? യുഗങ്ങൾക്കെല്ലാം മുമ്പ് അല്ല പിതാവിൽ നിന്ന് ജനിച്ചവനും ആ എന്നാൽ ചോദ്യത്തിൽ നിന്നിട്ട് സൃഷ്ടിക്കപ്പെടാത്തവനും എന്ന് അത് നിൽക്കില്ല അജോ. വ്യക്തമായിട്ട് പറയൂ. അല്ല, വ്യക്തമായിട്ടൊക്കെ പറയാൻ ഈ തിയോളജിക്കൽ വേർഡുകൾ താങ്കൾക്ക് അറിയില്ല, ഞാൻ എങ്ങനെ താങ്കളോട് ഇത് സംസാരിക്കുന്നത്? ഇത് ഫിലോസഫിക്കലാണ്, തിയോളജിക്കലാണ്. അതിലുള്ളതാണ് ഹൈപ്പോസ്റ്റാസിസ്, ഉത്തിയായി ഒക്കെ. അത് അറിയില്ലേ താങ്കൾ അങ്ങനെ ഇത് പറയുന്നത്? അത് താങ്കളുടെ അറിയില്ലെങ്കിൽ ഫിലോസഫി അല്ല ഇവിടെ ചോദ്യം. ഇവിടുത്തെ ചോദ്യം പിതാവിൽ നിന്ന് നിങ്ങളെ ജനിച്ചവനാണോ? അത് കത്തോലിക്ക സഭയുടെ ഞാൻ വിശ്വാസ പറയുന്നത് പ്രമാണത്തിൽ സുഹൃത്തെ, പറയുന്നത് അല്ലല്ല, നില്ല് കേൾക്ക്, ഞാൻ പറയുന്നത് ഒന്നാമത് കേൾക്കൂ. കത്തോലിക്ക സഭയുടെ സംഭാഷണത്തിൽ വിശ്വാസ പ്രമാണത്തിൽ പറയുന്നത് പിതാവിൽ നിന്ന് ജനിച്ചവനാണെന്നാ പറയുന്നത്, ആരംഭം ഉണ്ടെന്നാ പറയുന്നത് യേശുവിന്. നിങ്ങൾ വേറെ ഫിലോസഫി പറയുന്നു ആരംഭം ഇല്ലെന്ന്. അതാ എനിക്ക് മനസ്സിലാക്കി തരേണ്ടത്. താങ്കൾക്ക് മനസ്സിലാക്കിയത് അത് സൃഷ്ടിപ്പില്ലെന്ന് അവിടെ പറയുന്നുണ്ടല്ലോ. സുഹൃത്തെ, ഈ സംസാരിക്കുമ്പോ ഒന്നിൽ ഇത് ഗ്രഹിക്കാൻ പറയണോ, അല്ലെ തർക്കിക്കാനാണോ? എന്താ ഉദ്ദേശിക്കുന്നത്? തർക്കിക്കാനാണോ ഗ്രഹിക്കാനാണോ? നിങ്ങൾ ഇതിന്റെ അർത്ഥം പറഞ്ഞാൽ മതി. പിതാവിൽ നിന്ന് ജനിച്ചവൻ, പിതാവിൽ നിന്ന് തർക്കിക്കാൻ ജനിച്ചവനോ? വന്നതാ, തർക്കിക്കാൻ വന്ന വിഷയം പാസ്റ്റർ മെഹർഷുമായിട്ട് സംസാരിക്കൂ പ്ലീസ്. അല്ലല്ല മെഹർഷുമായിട്ട് ഒരു കാര്യം, സംസാരിക്കൂ. അല്ലല്ല അജോ ബ്രദർ ഈ ഹൈപ്പോസ്റ്റാസി സുസിയാതൊന്നും പുള്ളിക്ക് കേൾക്കുകയും വേണ്ട, ഫിലോസഫി കേൾക്കുകയും വേണ്ട. ഇത് പിന്നെ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? ഞാൻ എങ്ങനെ ഇതിന് ഉത്തരം പറയണ്ടേ? ഇദ്ദേഹത്തിന് വെറുതെ തിയോളജിക്ക് തർക്കം. താല്പര്യമില്ല. ആ പിതാവിൽ നിന്ന് ജനിച്ചവനാണോ പുത്രൻ? ജനിച്ചവനാണെങ്കിൽ അവൻ ആരംഭമുണ്ട്. നിങ്ങൾ അത് പറയൂ. പിതാവിൽ നിന്ന് ജനിച്ച ആരംഭമുള്ളവനാണ്. കത്തോലിക്ക സഭ അങ്ങനെയാ പഠിപ്പിക്കുന്നത്. ആ എന്നാ സഭ മത്തായി പഠിപ്പിക്കുമ്പോ സുവിശേഷം അങ്ങനെയാ. കൂടെ ഒന്ന് വായിച്ചു നോക്ക് ബ്രദറെ. അജോ ബ്രദറെ ഒന്ന് മത്തായി കത്തോലിക്ക സുവിശേഷം സഭ കൂടെ ഒന്ന് പഠിപ്പിക്കുന്നത് വായിച്ചു ഞങ്ങളിത് നോക്ക്. ഒത്തിരി ഒത്തിരി ഇന്ററാക്ഷൻ നടത്തിയതാണ്. അല്ല ഞങ്ങളിത് പാസ്റ്റർ, ഒത്തിരി മത്തായി ഇന്ററാക്ഷൻ സുവിശേഷത്തിൽ നടത്തിയാണ്. ജനിച്ചു എന്നല്ലേ എഴുതിയിരിക്കണത്, ജനിപ്പിച്ചു എന്ന് എഴുതിയിട്ടില്ലല്ലോ. ആര് ജനിപ്പിച്ചു എന്ന് എഴുതിയിട്ടില്ലല്ലോ, കത്തോലിക്ക ജനിച്ചു എന്നല്ലേ സഭയുടെ എഴുതിയിട്ടുള്ളൂ. പള്ളിയിൽ കർത്താവായ ഉപയോഗിക്കുന്ന യേശു. ഔദ്യോഗിക വിശ്വാസ ഞങ്ങൾ പ്രമാണമാണ് കത്തോലിക്കക്കാരല്ല, നിങ്ങൾ വായിച്ചത്. ഞങ്ങൾ കത്തോലിക്കക്കാരല്ല, ഞങ്ങൾ ബന്ധുക്കോസുകാരാ. അല്ല പിന്നെ ബൈബിളിൽ നിന്നാ വായിക്കേണ്ടത്, സഹോദരൻ, ബൈബിളിൽ നിന്നാ വായിക്കേണ്ടത്. കത്തോലിക്ക സഭയുടെ പ്രമാണങ്ങളല്ല വേണ്ടത്. നിങ്ങൾ ബൈബിളിൽ നിന്ന് വായിക്കൂ. കത്തോലിക്കരുടെ ബൈബിളിനെ എടുത്തേക്ക്. സുഹൃത്തെ, ചുമ്മാ തർക്കിക്കാനാണെങ്കിൽ നിങ്ങൾ ആ ബൈബിൾ എടുത്ത് വായിക്കൂ. പ്രമാണങ്ങൾ ഇതിനാണ് നിങ്ങൾ വായിക്കുന്നത്. കൊടുത്തോട്ടം പാസ്റ്ററെ, കത്തോലിക്ക നമുക്ക് സഭയുടെ സബ്ജക്റ്റിൽ ഒതുങ്ങി പ്രമാണങ്ങൾ. സംസാരിക്കാം. ഇദ്ദേഹം ഒരു എത്തിസ്റ്റ് ആണ്, ഇദ്ദേഹത്തിനോട് സംസാരിക്കാൻ എനിക്ക് നമുക്ക് സമയം കൊടുത്തോട്ടം കളയാം. ഭാഷണമാണ് ഹലോ, ചോദിക്കാനുള്ളത്. അദ്ദേഹം മറുപടി ഉടനെ പറയട്ടെ. കൊടുത്തോട്ട് എല്ലാവരും അതിനകത്തുള്ള ആൾക്കാർ ഇവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും കൊടുത്തോട്ടം പാസ്റ്റർ ചോദ്യം അപ്പൊ ഭാഷമായി. എല്ലാരും ഒന്ന് മൈക്ക് വെച്ച്, എല്ലാരും ഒന്ന് മൈക്ക് മ്യൂട്ട് ചെയ്ത്, എല്ലാരും ഒന്ന് മ്യൂട്ട് ചെയ്ത്, എല്ലാരും ഒന്ന് മ്യൂട്ട് ചെയ്ത്, എല്ലാരും ഒന്ന് മ്യൂട്ട് ചെയ്ത്, പ്ലീസ് പ്ലീസ് പ്ലീസ്, എല്ലാരും ഒന്ന് മ്യൂട്ട് ചെയ്ത്. അജോ, നിങ്ങൾക്ക് നിരീശ്വരവാദിയാണെന്ന് പറയാൻ ഇത്ര നാണക്കേടാണോ? ഏഹ്, ഒരു മിനിറ്റ്. നിങ്ങൾക്ക് എന്റെ സഹോദരൻ മറുപടി നിരീശ്വരവാദി, ഉണ്ടെങ്കിൽ പറ. ഞാൻ നിരീശ്വരവാദിയോ ആരെങ്കിലും ആയിക്കോട്ടെ. അങ്ങനെ പറയുന്നില്ല. ഒരു പ്രിമൈസസിൽ നിന്ന് നിങ്ങളുടെ സംസാരിക്കും. ഐഡന്റിറ്റി ആദ്യം നിങ്ങൾ വെളിപ്പെടുത്തും സുഹൃത്തെ. കയ്യാലപ്പുറത്തെ ഒരു മിനിറ്റ് സഹോദര സിസ്റ്റർ, ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ്. ആരെങ്കിലും ആരും സംസാരിക്കില്ല പ്ലീസ്. നിങ്ങൾ കയ്യാലപ്പുറത്ത് തേങ്ങ പോലിരുന്നിട്ട് ഇവിടെ ചോദ്യം ചോദിക്കണ്ട. നിങ്ങൾ അവിശ്വാസിയെങ്കിൽ അവിശ്വാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രിമൈസസിനെ അഡ്രസ് ചെയ്ത് കൊടുത്തോട്ട പാസ് സംസാരിക്കും. നിങ്ങൾ ഈ മുസ്ലിങ്ങളെക്കാട്ടിലും കഷ്ടമായെന്നുള്ളതാണ്. നിങ്ങളുടെ കാര്യം ഇസ്ലാം മതത്തിനെക്കാട്ടിലും കഷ്ടമാണ്. നിങ്ങളുടെ കാര്യം, നിങ്ങൾക്കൊരു ഐഡന്റിറ്റി ഇല്ലാത്ത നിങ്ങളെ ഇതിനാണ് ഈ കാര്യം ഉത്തരം പറഞ്ഞ് മുട്ടുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, കൊഞ്ഞനം കുത്തുക എന്ന് പറയും. ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കൊഞ്ഞനം കുത്തുക. കുത്തുവന്നല്ല, കൊഞ്ഞനം കുത്തുവല്ല, സ്വന്തം സഹോദരന്മാരെ അങ്ങനെ ഐഡന്റിറ്റി സമ്മതിച്ചു കൊടുക്കരുത്. അല്ല, ഒരു മിനിറ്റ്, സഹോദരൻ ആരും വിട്ടോട്ടെ. ഇടപെടരുത്, ആരും ഇടപെടരുത്, അല്ല, ഇത് നമ്മളെ വിഷയത്തിലുള്ള ടോക്കല്ല. ഡിബോർ ബ്രദറെ താഴെ ഇടൂ. ഇത് തന്നെയാണ് അല്ല ഞാൻ അല്ല നേരത്തെ പറഞ്ഞത്. അസഹിഷ്ണുത വേണ്ട. നമ്മുടെ എല്ലാവരും സബ്ജക്റ്റിൽ ഒന്നിരിക്കും, ഒതുങ്ങി എല്ലാവരും നിൽക്കുന്ന സംഭവമല്ല. ഇത് തന്നെ താഴെ ഇടും. ഒരു നിമിഷം, കൊടുത്തോട്ടം ഒരു പാസ്റ്ററെ, നിമിഷം. എല്ലാരും ഒന്ന് മൈക്ക് എടുക്കാതെ പ്ലീസ്. എന്റെ പൊന്നു സഹോദരന്മാരെ, ഒന്ന് മൈക്ക് എടുക്കാതെ. ഞാൻ ഒരു കാര്യം പറയട്ടെ. നിങ്ങൾ ഒരു ഐഡന്റിറ്റി ഇല്ലാതെ നിങ്ങൾ സത്യാന്വേഷി എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് അഡ്രസ് ചെയ്യേണ്ട കാര്യമില്ല. ഏത് യു ഷുഡ് ബി എ ഏത്തിയസ്റ്റ്, ഏത് യു ഷുഡ് ബി എ ബിലീവർ. ആ ബിലീവറിന്റെ പ്രൊമൈസസിൽ നിങ്ങൾക്ക് നിന്ന് ചോദ്യം ചോദിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ നാസ്തികൻ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഇസ്ലാം മത വിശ്വാസി എന്ന് പറഞ്ഞ് ചോദ്യം ചോദിക്കാം. നിങ്ങൾക്ക് സ്വന്തമായി ഒരു ഐഡന്റിറ്റി ഇല്ലാത്ത ആള്, ദർ ഇസ് നോ വേ വി ആർ ഗോയിങ് ടു ആൻസർ ദിസ്. സോ ഐ എം ഗോയിങ് ടു മൂവ് യു ഡൗൺ പ്ലീസ്. നിങ്ങളെ പോലുള്ളവരാണ് മറ്റുള്ള ഒരു ട്രാജഡി, ഈ ലോകത്തിന്റെ ഏറ്റവും വലിയ ട്രാജഡിയാണ്. സോ വി ഡോണ്ട് വാണ്ട് യു. ഹലോ അടുത്ത ഹലോ ഹലോ ജോ പറയൂ പറയൂ പറയൂ. അല്ല ഗിബോർ ബ്രദറെ, അദ്ദേഹത്തിന് ഒരൊറ്റ മറുപടിയേ ഉള്ളൂ.
ഓരോ ഡെനോമിനേഷൻ ഓരോ തരത്തിൽ മനസ്സിലാക്കിയിരിക്കുന്നു. അത്രയേ ഉള്ളൂ, അതിന്റെ ആൻസർ അത്രയേ ഉള്ളൂ. അല്ലല്ല, അത് ആൻസർ അല്ല സാർ. ഇതെന്താ പറ്റുന്ന അറിയോ? ഇത് പഠിക്കാനാണ് ആ ടോണിലല്ലല്ലോ ചോദിക്കുന്നത്. ഇത് പുള്ളി പറയുന്നത് എന്തിനാ ഉസിയ എന്ന് പറയുന്നത്, എന്തിനാ ഹൈപ്പോസ്റ്റാസി പറയുന്നത്, എന്തിനാ ഫിലോസഫി എനിക്ക് കേൾക്കണ്ട, പിന്നെന്തോ മറുപടി പറയുന്നേ. ഇത് എങ്ങനെ പിന്നെ മറുപടി പറയണേ? ഞാൻ ഊഹം പറയണോ? ഇത് ഇങ്ങനെയാ ട്രിനിറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, എല്ലാരും ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അത് പുള്ളിക്ക് കേൾക്കണ്ട, പിന്നെന്തോ കേൾക്കണ്ടേ? പുള്ളി പറയുന്ന പോലെ നമ്മൾ പറയണോ? പാസ്റ്റർ പഠിക്കാനുള്ള ചോദ്യം ആയിരുന്നില്ല പാസ്റ്റർ. അത് നമ്മൾ അങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കരുത്. കാരണം ഇത് നമ്മൾ ആ ചോദ്യ വിഷയമായിട്ട് ബന്ധപ്പെട്ട റൂമല്ല. പിന്നെ പുള്ളി വന്നത് ഇത് വിഷയമൊക്കെ മാറ്റി തിരിച്ചുവിട്ട് ഇവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കി പോകാൻ വേണ്ടി വന്ന ആളാണ്, അല്ലാതെ അത് പഠിക്കാൻ വേണ്ടി വന്ന ആളല്ല. അടുത്ത ആളിലേക്ക് പോവാം.